നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അക്ഷരമുറ്റങ്ങൾ ഉണർന്നു. പ്രവേശനോത്സവം ജില്ലാതല ഉദ്ഘാടനം മന്ത്രി അഡ്വക്കേറ്റ് OG ജെനീഷ് നിർവഹിച്ചു. വേനലവധിക്ക് ശേഷം സ്കൂളിലെത്തിയ കുരുന്നുകൾക്ക് പുത്തൻ ബാഗും പുസ്തകവും മധുരപലഹാരങ്ങളും നൽകി സ്വീകരണം. മൂർക്കനിക്കര ഗവൺമെന്റ് സ്കൂളിലെ പ്രവേശനോത്സവം അഡ്വക്കേറ്റ് K രാജൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ണുത്തി ഹോളി ഫാമിലി സ്കൂളിലെ പ്രവേശനോത്സവം സ്കൂൾ മാനേജർ ആൻസി ആന്റോ ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ ഗവൺമെന്റ് LP സ്കൂൾ പ്രവേശനോത്സവവും യാത്രയയപ്പ് സമ്മേളനവും K രാജൻ MLA ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. അക്ഷരമുറ്റങ്ങൾ ഉണർന്നു. പ്രവേശനോത്സവം ജില്ലാതല ഉദ്ഘാടനം മന്ത്രി അഡ്വക്കേറ്റ് OG ജെനീഷ് നിർവഹിച്ചു. വേനലവധി കഴിഞ്ഞ് സ്കൂൾ മണികൾ വീണ്ടും മുഴങ്ങി. അക്ഷരമുറ്റങ്ങൾ പുത്തൻ പ്രതീക്ഷകളോടെ ഉണർന്നു. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മാള കോട്ടയ്ക്കൽ SCGHSSൽ യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OG ജെനീഷ് നിർവഹിച്ചു. മാർക്കിന്റെ പേരിൽ വിദ്യാർത്ഥികളെ താരതമ്യം ചെയ്യുന്ന പ്രവണത രക്ഷിതാക്കൾ അവസാനിപ്പിക്കണമെന്ന് മന്ത്രി പറഞ്ഞു. ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന കുട്ടി മികച്ച മകനോ മികച്ച പൗരനോ ആകണമെന്നില്ല. പഠനത്തിന്റെ പേരിൽ വിലയിരുത്തപ്പെടുന്നത് കാരണം വലിയ സമ്മർദ്ദമാണ് ഇക്കാലത്ത് കുട്ടികൾക്കുമേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നത്. പോരായ്മകളുള്ള വിദ്യാർത്ഥികളെ മുന്നോട്ട് കൊണ്ടുവരുവാൻ പ്രത്യേക ശ്രദ്ധ നൽകണമെന്നും മന്ത്രി പറഞ്ഞു. പ്രവേശനോത്സവത്തിന്റെ പ്രതീകമായി 1ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ KS നൂർ സമാൻ എന്ന വിദ്യാർത്ഥിക്ക് മന്ത്രി ഹരിശ്രീ കുറിച്ച് അക്ഷരവെളിച്ചം പകർന്നു. വിദ്യാർത്ഥികൾക്കുള്ള പഠന കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം 1ാം ക്ലാസ് വിദ്യാർത്ഥിയായ PD ഡെൽവിന് നൽകി അദ്ദേഹം നിർവഹിച്ചു. പുതിയ അധ്യയന വർഷത്തോടനുബന്ധിച്ച് വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ച് ലഹരി മാഫിയയെ തടയുന്നതിനായി സംസ്ഥാന പോലീസ് ആരംഭിച്ച ആന്റി ഡ്രഗ് ക്യാമ്പയിൻ തുഫാന്റെ ജില്ലാതല ഉദ്ഘാടനവും മന്ത്രി പരിപാടിയിൽ നിർവഹിച്ചു. തൃശൂർ റൂറൽ പരിധിയിലെ 500 സ്കൂളുകളിലെ കുട്ടികൾക്ക് ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ ആലേഖനം ചെയ്ത നെയിം സ്ലിപ്പുകൾ ഇതിന്റെ ഭാഗമായി വിതരണം ചെയ്യും. SCGSSന്റെ സുവർണ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ സ്മരണിക മന്ത്രി OG ജെനീഷ് പ്രകാശനം ചെയ്തു. സ്കൂളിന്റെ പ്രഥമ ഹെഡ്മിസ്ട്രസായ C ജാനറ്റിനെ ചടങ്ങിൽ ആദരിച്ചു. 10ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ A+ നേടിയ സ്കൂളിനുള്ള ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആദരം പ്രധാന അധ്യാപിക C ഗ്രേസ് മരിയ ഏറ്റുവാങ്ങി. +2 പരീക്ഷയിൽ ബയോസയൻസ് വിഭാഗത്തിൽ 1200-ൽ 1200 മാർക്കും വാങ്ങിയ KM SM-നെയും പരിപാടിയിൽ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. SSK DPO KP ബ്രിജി പദ്ധതി വിശദീകരണം നടത്തി. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ്, മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ, അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത സജീവൻ, കുഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിൽവി സേവിയർ, പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഔസേപ്പച്ചൻ ജോസ്, ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസ്ലി ഫ്രാൻസിസ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ സാജൻ കൊടിയൻ, കാവ്യ രഞ്ജിത്ത്, വിദ്യാഭ്യാസ ഉപഡയറക്ടർ രോഹിത് നന്ദകുമാർ, സ്കൂൾ പ്രിൻസിപ്പൽ C അനറ്റ് CMC, ജനപ്രതിനിധികൾ, വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. 226 സർക്കാർ സ്കൂളുകളും 664 എയ്ഡഡ് സ്കൂളുകളും 77 അൺഎയ്ഡഡ് സ്കൂളുകളുമടക്കം ജില്ലയിലെ 1007 സ്കൂളുകളിലാണ് വിപുലമായ രീതിയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചത്. വേനലവധിക്ക് ശേഷം സ്കൂളിലെത്തിയ കുരുന്നുകൾക്ക് പുത്തൻ ബാഗും പുസ്തകവും മധുരപലഹാരങ്ങളും നൽകി സ്വീകരണം. മൂർക്കനിക്കര ഗവൺമെന്റ് സ്കൂളിലെ പ്രവേശനോത്സവം അഡ്വക്കേറ്റ് K രാജൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത്, നടത്തറ ഗ്രാമപഞ്ചായത്ത്, തൃശൂർ ഈസ്റ്റ് ഉപജില്ല എന്നിവർ സംയുക്തമായാണ് നടത്തറ പഞ്ചായത്തിലെ മൂർക്കനിക്കര ഗവൺമെന്റ് UP സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചത്. സ്കൂളിലെത്തിയ നവാഗതരായ കുട്ടികളെ പാഠപുസ്തകം, ബാഗ്, യൂണിഫോം, നോട്ട്ബുക്ക്, മധുരപലഹാരങ്ങൾ, ബലൂൺ എന്നിവ നൽകി വാദ്യമേളത്തിന്റെ അകമ്പടിയോടെയാണ് സ്കൂളിലേക്ക് വരവേറ്റത്. പ്രവേശനോത്സവ ചടങ്ങ് ഒല്ലൂർ നിയോജക മണ്ഡലം MLA അഡ്വക്കേറ്റ് K രാജൻ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ഓരോ കുട്ടിയും നാളെയുടെ പ്രതീക്ഷകളും നാടിന്റെ പ്രതിഭകളുമാണെന്നും K രാജൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നടത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോബി ജോസ് C അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, ഒല്ലൂക്കര BRC പ്രതിനിധി ഫേബ K ഡേവിഡ്,
തൃശൂർ ഈസ്റ്റ് എഇഒ ജീജ വിജയൻ, സ്കൂൾ പ്രധാനാധ്യാപിക മാലിനി ടി.കെ, സിനിമാ അഭിനേതാവ് ടി.ജി. രവി, പഞ്ചായത്ത് അംഗങ്ങളായ പി.കെ. അഭിലാഷ്, സി.വി. സുരേഷ്, ഗീത രവീന്ദ്രൻ, രാജി ഗിരിജ, ഷീന പൊറ്റേക്കാട് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഇടയ്ക്ക് പറയാറുണ്ട്, ഈ വഴിയിലൂടെ പോകുമ്പോൾ ഇടയ്ക്കൊപ്പം നോക്കിയാൽ ഇത് തന്നെയാണോ ഞാൻ പഠിച്ച സ്കൂൾ എന്ന് സംശയം തോന്നുന്ന വിധത്തിൽ മൂർക്കനിക്കര UP സ്കൂൾ ഒരുപക്ഷേ ഒരു 10 കൊല്ലം മുമ്പ് കാണുന്നതിനേക്കാൾ എത്രയോ വ്യത്യസ്തമായി നമ്മുടെ നാടിൻ്റെ അഭിമാനമായിട്ടുള്ള ഒരു അടയാളപ്പെടുത്തലായി ഇവിടെ നിൽക്കുക. ഈ മഴക്കാലം നമ്മൾ പൂർത്തീകരിക്കുമ്പോൾ മൂർക്കനിക്കര സ്കൂളിന് MLA ഫണ്ട് ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് 1 കോടി രൂപയുടെ ഒരു മനോഹരമായിട്ടുള്ള കളിക്കളം കൂടി കിട്ടാൻ വേണ്ടി പോവുകയാണ് എന്ന് നമ്മൾ കാണുകയാണ്. കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ രംഗത്ത് നടത്തപ്പെട്ട ശ്രദ്ധേയമായിട്ടുള്ള മോഡലുകളുടെ ഒരു മകുടോദാഹരണമാണ് മൂർക്കനിക്കരയിലെ നമ്മുടെ സ്കൂൾ. ഇന്ന് നമ്മുടെ സ്കൂളിലേക്ക് പൊതുതലത്തിലെ വിദ്യാർത്ഥികളായിട്ട് ഒരുപാട് പേർ എത്തിച്ചേരുകയാണ്. നേരത്തെ ഒരു ചടങ്ങിൽ ചെന്നിരിക്കുമ്പോൾ എന്നോടും ശ്രീ വിദ്യ രാജേഷിനോടും സ്ഥലത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള മിനി ചോദിച്ചു, രാജേട്ട പ്രവേശനോത്സവം സ്കൂൾ തുടങ്ങുന്നതായി തോന്നുന്നില്ല, കാരണം കുട്ടികളാരും കരയുന്നില്ല. കരയാത്ത പ്രവേശനോത്സവങ്ങളാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. കഴിഞ്ഞ 2 ഗവൺമെൻറ്റുകൾ കേരളത്തിൽ സമ്മാനിച്ചൊരു പുതിയ ആശയഗതിയാണ്. മധുരം വിതരണം ചെയ്തും പൊട്ടിയും പാടിയുമൊക്കെ ഏതെങ്കിലും വിധത്തിൽ ഭീതിയില്ലാത്ത പുതിയ അധ്യയന വർഷത്തിലേക്കും സ്കൂൾ തലത്തിലേക്കും പ്രവേശിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് അവസരമുണ്ടാകുന്ന മനോഹരമായ ഒരു കാഴ്ചയുമാണ്. വിദ്യാഭ്യാസ രംഗത്ത് നവനവങ്ങളായിട്ടുള്ള മാറ്റങ്ങൾക്ക് വഴിതെളിയിച്ചാൽ മാത്രമേ പുതിയ തലമുറ എന്ന ഒരു വിഭാഗത്തെ അഭിമാനത്തോടെ ആവേശത്തോടെ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. തിരിയേട്ടൻ ഉൾപ്പെടെ നിരവധി പേർ പ്രസംഗിക്കാനുണ്ട്, പോകാൻ അനുവദിക്കണം എന്ന അഭ്യർത്ഥനയോടെ മൂർക്കനിക്കര UP സ്കൂളിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഉപജില്ലാ കലോത്സവത്തിൻ്റെയും ബ്ലോക്ക് തല പ്രവേശനോത്സവത്തിൻ്റെയും ഔപചാരികമായ ഉദ്ഘാടനം, നടത്തറ ഗ്രാമപഞ്ചായത്തിൻ്റെയും ഒക്കെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. മണത്തി ഹോളി ഫാമിലി സ്കൂളിലെ പ്രവേശനോത്സവം സ്കൂൾ മാനേജർ ആൻസി ആൻഡോ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ലിസിറ്റ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ സിസ്റ്റർ ജാൻസി ആന്റണി മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് കൗൺസിലർ സിൻഡോമോൾ സോജൻ മുഖ്യാതിഥിയായിരുന്നു. OSA പ്രസിഡന്റ് MU മുത്തു, OSA ആൻഡ്രു വി മാത്യു, PTA പ്രസിഡന്റ് MV സിജു, MPTA പ്രസിഡന്റ് ഐശ്വര്യ പ്രദീപ് തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു.
പിന്നെ എൻ്റെ ആദ്യമായി സ്കൂളിലേക്ക് കാല് എടുത്തു വെച്ച് വന്നിരിക്കുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ എന്താ പറയുക സ്വാഗതം നേരുന്നു. ഇനിയുള്ള ജീവിതകാലം നമ്മുടെ സ്വഭാവമായാലും നമ്മുടെ ഭാവിയായാലും നമ്മുടെ കുഞ്ഞിലേ തൊട്ട് തന്നെ നല്ല രീതിയിൽ വലുതായാലാണ് നമുക്ക് വലിയ നല്ല മിടുക്കന്മാരും മിടുക്കത്തികളായിട്ട് വലുതാവാൻ പറ്റുള്ളൂ. അപ്പം അതിന് വേണ്ട ഒരു എന്താ പറയുക ഒരു മാർഗമാണ് സ്കൂള്. നമുക്ക് പഠനത്തോടൊപ്പം തന്നെ നമ്മുടെ ഭാവിയും മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. നമ്മൾ കളിക്കാൻ വിടുന്നതിന് പകരം എന്തെങ്കിലുമൊക്കെ നമ്മൾ ജോലി തിരക്കിലേക്ക് പോകുമ്പോൾ അവരൊക്കെ ഒരു മൊബൈൽ കൊടുത്തിട്ടാണ് നമ്മൾ വീട്ടിൽ നിർത്താറ്. അപ്പോൾ അവർ രാവിലെ തൊട്ട് വൈകിട്ട് വരെ അല്ലെങ്കിൽ 6, 7, 8 മണിക്കൂറൊക്കെയാണ് മൊബൈലിൻ്റെ ഉപയോഗം അവരുടെ കയ്യിലുള്ളത്. അപ്പോൾ ഞങ്ങൾ OS എന്നൊരു സൗജന്യ കണ്ണുപരിശോധന ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്ന് ആ ക്യാമ്പിൽ നിങ്ങൾക്ക് സൗജന്യമായി പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ പരമാവധി ആളുകൾ അത് പ്രയോജനപ്പെടുത്തണം എന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഈ സ്കൂളിൻ്റെ ഈ പ്രവേശനോത്സവത്തിന് ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ വീണ്ടും എനിക്കിവിടെ എത്താൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം അറിയിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ആശംസകൾ നേരുന്നു, നിർത്തുന്നു. അനൗൺസ് ചെയ്ത് ഈഗർലി വെയിറ്റിംഗ് ആ വാക്കിൽ ഒരുപാടുണ്ട്. അപ്പം ഞങ്ങളുടെ സ്കൂളിനോട് തിരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന വളരെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഒന്നാണ് ഇത്. അപ്പം അത് സ്വീകരിക്കാനായിട്ട് പുതുതായിട്ട് വന്ന കുട്ടികളെയും അതുപോലെ തന്നെ ഇവിടെ നിലവിലുണ്ടായിരുന്ന കുട്ടികളൊക്കെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കണം. ഒപ്പം തന്നെ ഇവിടെ OSയുടെ വളരെ കുറേ പേരൊക്കെ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടെങ്കിലും അതിന് വരാനായിട്ട് ഈ സമയം അതിന് വേണ്ടിയിട്ട് മാറ്റിവെച്ച് വന്നിട്ടുള്ള പ്രിയപ്പെട്ട OS മെമ്പേഴ്സിനൊക്കെ ഞാൻ വളരെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ജെറി, ദിലീപ്. പുത്തൂർ ഗവൺമെന്റ് LP സ്കൂൾ പ്രവേശനോത്സവവും യാത്രയയപ്പ് സമ്മേളനവും കെ രാജൻ MLA ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു. ഉല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് മുഖ്യാതിഥിയായിരുന്നു. പുതുതായി സ്കൂളിലെത്തിയ വിദ്യാർത്ഥികളെ നോട്ട്ബുക്ക്, ബാഗ്, മധുരപലഹാരങ്ങൾ, ബലൂൺ എന്നിവ നൽകിയാണ് സ്വീകരിച്ചത്. പുത്തൂർ പഞ്ചായത്തിലെ കഴിഞ്ഞ ഭരണസമിതി അംഗങ്ങളെയും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന PR മാധവി എന്നിവരെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക റിംസി ജോസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മിനി ഉണ്ണികൃഷ്ണൻ, PS അഖിൽ, പഞ്ചായത്ത് അംഗം MM സേതുമാധവൻ, PTA പ്രസിഡന്റ് ചിന്തു ചന്ദ്രൻ, SMC ചെയർമാൻ മാർവിൻ മൈക്കിൾ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ശനി ഞായറുമാണ് കളിച്ചത്. സ്കൂളിലേക്ക് വിട്ടില്ലെങ്കിലോ എന്ന് പഠിച്ചിട്ട് പൂർവ്വ വിദ്യാർത്ഥികൾക്കും ഒരു അത്ഭുതമായി തോന്നി ഈ സ്കൂളിൽ. ഞാനിവിടെ സ്പീക്കറെ ആദ്യമായിട്ട് കടന്നു വന്നാൽ ഉദ്ദേശിച്ചത് MLA ആയതിനു ശേഷം ആദ്യമായിട്ട് കടന്നു വന്നായിരുന്നു. ഞാൻ 10 വർഷമായിട്ട് എല്ലാ ദിവസവും ഇവിടെ കിടന്നതല്ലായിരുന്നു. ഞാൻ ആദ്യം വന്നപ്പോൾ ചേച്ചി ദേശീയ പഠിപ്പിക്കാനാണ് പറഞ്ഞത് ഈ സ്കൂളാകെ മാറ്റുന്നത്. നമ്മുടെ ഈ പഞ്ചായത്തിനകത്ത് ശ്രദ്ധേയമായിട്ടുള്ള ജില്ലയ്ക്കകത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള സ്കൂളായിട്ട് മാറിയിട്ടുണ്ട്. തീർന്നില്ല, ആശയങ്ങളും തീർന്നിട്ടില്ല. 3 കെട്ടിടങ്ങളായിട്ടാണ് പല ഘട്ടങ്ങളിൽ ഓരോ ഭൂമിയിലുള്ള സർക്കാർ തന്നതനുസരിച്ച് ഇതിന് വിഭാഗം ചെയ്തു.
പിന്നെ നമ്മൾ വർണ്ണക്കുള്ളാരോട് താഴത്തുള്ള തീരുമാനിച്ചു. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. നമുക്കിത് ഈ മുകൾ മുതൽ താഴെ വരെയുള്ള ഭാഗം വളരെ മനോഹരമായിട്ടുള്ളൊരു ലാൻഡ്സ്കേപ്പ് ഒക്കെ വെച്ച് പഴയ ആളുകളുടെയൊക്കെ സഹായത്തോടുകൂടി ഒന്ന് കുറച്ചുകൂടി നന്നാക്കി വരുന്നത്, അല്ലെങ്കിൽ മൂന്ന് തലത്തിൽ നിൽക്കുന്ന ഒരു സ്കൂളായി അപ്പം അതിനൊരു യൂണിഫോം മോഷൻ ഉണ്ടാക്കി മുകളിൽ നിന്നും താഴത്തേക്ക് കണ്ടിന്യൂവേഷൻ ഉണ്ടാക്കി. ഞാൻ രാവിലെ വന്നപ്പോൾ കണ്ടൊരു കാഴ്ച വേദനിക്കുന്നതാണ്. കാരണം കുറച്ച് പിള്ളേർ താഴത്തേക്ക് പറഞ്ഞേക്കുകയാണ്. ഇവിടെ നിൽക്കാൻ നോക്കിയില്ല, നിൽക്കാനുള്ള സ്ഥലം തീർന്നു. ആദ്യത്തെ കൊല്ലം പറയുമ്പോൾ നമ്മൾ മുകളിലൊരു അവരുടെ സഹായത്തോടുകൂടി ഓടിച്ചോടുന്ന സ്ഥലം അതനുസരിച്ചുള്ള കുട്ടികളെ ഉണ്ടാക്കുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ ധാരണ. ഇപ്പം മാറി സ്കൂളിൽ ഒരുപാട് കുട്ടികൾ പുതിയതായിട്ട് വരികയാണ്. നമുക്ക് ഈ 2026, 2027 അധ്യയന വർഷം തന്നെ ഒരു ഓപ്പൺ സ്റ്റേജ് ഉണ്ടാക്കി ആ ഓപ്പൺ സ്റ്റേജിനോട് ചേർന്ന് ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന വളർന്നാത്ത ഒരു സ്ഥലം കൂടി കണക്കിലെടുത്തുകൊണ്ട് നമുക്കൊരു ഓപ്പൺ എയർ തിയേറ്ററിൽ തന്നെ വളരെ മനോഹരമായിട്ട് ഈ സ്കൂളിൽ ഉണ്ടാക്കിയാൽ അടുത്ത അധ്യയന വർഷം കുട്ടികളെ ആരെയും പറഞ്ഞേക്കാതെ എല്ലാവർക്കും ഒരേ സ്കൂളിൽ തന്നെ ഇരുന്ന് രക്ഷകർത്താക്കളോടൊപ്പം കാണാൻ പറ്റും. വളരെ മനോഹരമാക്കാൻ നമുക്ക് സ്കൂൾ അപ്പുറത്തെ സ്കൂൾ അതിമനോഹരമാക്കുകയാണ്. ലിപി വർക്കി സ്കൂൾ പഞ്ചായത്ത് അംഗം. അടുത്തതായി ശാലോം സേവിയർ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ വർഷങ്ങളായി നിലനിന്നിരുന്ന കർശന സന്ദർശക വിലക്ക് പൂർണ്ണമായി നീക്കുവാൻ പുതിയ ആരോഗ്യ വകുപ്പ് മന്ത്രി കെ മുരളീധരൻ അടിയന്തര നിർദ്ദേശം നൽകി. കോവിഡ് കാലത്തെ നിയന്ത്രണങ്ങൾ കാരണം രോഗികളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വാർഡുകളിൽ പ്രവേശിക്കുന്നതിനുണ്ടായിരുന്ന തടസ്സങ്ങൾ ഇതോടെ പൂർണ്ണമായി ഒഴിവാകും. കോവിഡിന് മുൻപുണ്ടായിരുന്നതുപോലെ സാധാരണ രീതിയിൽ ജനങ്ങൾക്ക് രോഗികളെ സന്ദർശിക്കുവാനുള്ള സൗകര്യമാണ് ഇപ്പോൾ പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് ഉച്ചയ്ക്ക് 12 മണി മുതൽ 1:30 മണി വരെയുള്ള സമയത്ത് 10 രൂപ നിരക്കിലുള്ള സന്ദർശക പാസ് കൗണ്ടറിൽ നിന്നും വാങ്ങി വാർഡുകളിൽ പ്രവേശിക്കാവുന്നതാണ്. വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെയുള്ള സമയത്ത് സന്ദർശകർക്ക് യാതൊരുവിധ പാസുമില്ലാതെ പൂർണ്ണമായും സൗജന്യമായി പ്രവേശനം അനുവദിക്കും. എന്നാൽ രാവിലെ പൊതുജനങ്ങൾക്ക് സന്ദർശനാനുമതി ഉണ്ടായിരിക്കുന്നതല്ല. ഈ സമയത്ത് ഡോക്ടർമാരുടെ റൗണ്ട്സ് ചികിത്സകളും നടത്തുന്നതിനാൽ രോഗിക്കൊപ്പമുള്ള സ്ഥിരം കൂട്ടിരിപ്പുകാരനെ മാത്രമേ വാർഡിൽ തുടരുവാൻ അനുവാദമുള്ളൂ. ഒരു രോഗിക്ക് ഒപ്പമിരിക്കുവാൻ ആശുപത്രി അധികൃതർ നൽകുന്ന കൂട്ടിരിപ്പുകാരന്റെ പാസ് പൂർണ്ണമായും സൗജന്യമായി തന്നെ തുടരും. സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാകുന്ന ആരോഗ്യവകുപ്പിന്റെ ഈ പുതിയ അപ്ഡേഷൻ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. ആശുപത്രിയിലെ തിരക്ക് നിയന്ത്രിക്കുവാനും രോഗികളുടെ സുരക്ഷ ഉറപ്പാക്കുവാനും സന്ദർശകർ ഈ സുരക്ഷാ ക്രമീകരണങ്ങളോട് പൂർണ്ണമായും സഹകരിക്കേണ്ടതാണ്. കട്ടിളപ്പുവം സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ നവീകരിച്ച മൊരോട്ടിച്ചുവട് മോർ ഗ്രിഗറിയോസ് കുരിശടി കുദാശ നടത്തി. സഭാ കേസുകൾ പ്രതിസന്ധി സൃഷ്ടിച്ച കാലഘട്ടത്തിൽ യാക്കോബായ വിശ്വാസികൾക്ക് സ്വന്തമായി ഒരു കുരിശടി എന്ന സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമായി മരോട്ടിച്ചുവട് ദേശത്ത് 1980കളുടെ ആദ്യ പകുതിയിൽ പരിശുദ്ധ പെരുമല തിരുമേനിയുടെ നാമത്തിൽ ഒരു കുരിശടി പണിയുകയും ഇടവക മെത്രാപ്പൊലിത്ത തോമസ് മോർ ദിവനാസിയോസ് പുണ്യശോകനായ ബെസ്ലിയോസ് തോമൻസ് പ്രഥമൻ ഭാവ മെത്രാപ്പൊലിത്ത ഈ കുരിശടി കുദാശകർമ്മം നിർവഹിക്കുകയും ചെയ്തു. 2002 വരെ ഇടവകയുടെ പ്രധാന പെരുന്നാൾ റാസ ഈ കുരിശടിയിലേക്ക് ആയിരുന്നു വന്നിരുന്നത്. എല്ലാ വർഷവും നവംബർ ആദ്യ ആഴ്ചയിൽ പരിശുദ്ധ പെരുമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ ഇവിടെ നടത്തിവരുന്നു. എല്ലാ മാസവും 1-ാം ശനിയാഴ്ച കുരിശടിയിൽ സന്ധ്യാപ്രാർത്ഥന നടത്തിവരുന്നു. ഇടവകയുടെ മാത്രമല്ല
നാനാജാതി മതസ്ഥർക്ക് അഭയമാവുകയും ചെയ്ത നമ്മുടെ കുരിശടി സ്ഥലപരിമിതികൾക്ക് ഉള്ളിലും ഇടവക ജനങ്ങളുടെ ശ്രമഫലമായി പുനർനിർമ്മാണം നടത്തണമെന്ന ദേശവാസികളുടെ ആഗ്രഹ പൂർത്തീകരണം നടന്നിരിക്കുന്നു. മരോട്ടിച്ചൂട് സെന്റ് മേരീസ് കുടുംബ യൂണിറ്റ് ഈ ദൗത്യം ഏറ്റെടുത്ത് ഇന്ന് മനോഹരമായ ഒരു കുരിശടിയായി തലയെടുപ്പോടെ കുദാശയ്ക്കായി ഒരുങ്ങിയിരുന്നു. ബഹുമാനപ്പെട്ട സഹോദര വൈദികരെ, പുള്ളിയുടെ ബഹുമാനപ്പെട്ട ട്രസ്റ്റിമാർ, സെക്രട്ടറി, മനയ കമ്മിറ്റി അംഗങ്ങൾ, മഹാപരിശുദ്ധനായ തിരുമല തിരുമേനിയുടെ കുരിശുംതൊട്ടിയുടെ നവീകരണ പ്രവർത്തനത്തിന് മുൻനിരയിൽ നിന്ന് ഇതിൻ്റെ നിർമ്മാണ കമ്മിറ്റി അംഗങ്ങൾ കടന്നു വന്നിരിക്കുന്ന ദൈവ ജനതകൾ, പുണ്യശ്ലോകനായ ബസേലിയോസ് തോമസ് പ്രധാൻ ബാവ ദിവനാസ തിരുമേനിയായിരുന്നപ്പോൾ ഇവിടെ വന്ന് 80 കാലഘട്ടത്തിൽ ഒരു കുരിശ് സ്ഥാപിച്ചു. അത് വളർന്ന് ഇന്ന് ഇത്രയും മനോഹരമായ ഒരു കുരിശും തൊട്ടിയായി രൂപാന്തരപ്പെട്ടിരിക്കുകയാണ്. ആ ശ്രേഷ്ഠപിതാവിനെ നമുക്ക് നന്ദിയോടുകൂടെ ഈ തരുണത്തിൽ സ്മരിക്കാം. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി സഹകരിച്ച എല്ലാവരോടുമുള്ളതായ സ്നേഹം. മണ്ണുത്തി ഹോളി ഫാമിലി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കുമായി നടത്തിയ നേത്ര പരിശോധനാ ക്യാമ്പ് ശ്രദ്ധേയമായി. ക്യാമ്പിന്റെ ഉദ്ഘാടനം സെന്റ് ആന്റണീസ് പള്ളി സഹവികാരി ഫാദർ ജോൺ പുത്തൂർ നിർവഹിച്ചു. സ്കൂൾ മാനേജർ സിസ്റ്റർ ആൻസി ആൻഡോ അധ്യക്ഷം വഹിച്ചു. ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ലിസിറ്റ, പ്രിൻസിപ്പൽ സിസ്റ്റർ ജാക്സി, OSA പ്രസിഡന്റ് MU മുത്തു, സെക്രട്ടറി ആന്റോ വി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. OSAയുടെ പ്രസിഡന്റ്, സെക്രട്ടറി ആയിട്ടുള്ള ആന്റോ വി വർക്കുമാണ്. അതോടൊപ്പം സ്കൂളിൻ്റെ മാനേജരും ഒപ്പം കൗൺസിലറൊക്കെ ആയിട്ടുള്ള സിസ്റ്റർ HM, മദർ, മറ്റുള്ള സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, സഹോദരൻ, ഞാൻ ചിന്തിക്കുകയാണ്, ഞാൻ തന്നെയായിരിക്കും ആപ്റ്റായിട്ടുള്ള, കാരണം കണ്ണിന് പ്രശ്നമുള്ള ആൾക്കാരെയാണല്ലോ. ഞാനാണെങ്കിൽ 6ാം ക്ലാസ് തൊട്ട് കണ്ണട വെക്കുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഉദ്ഘാടനത്തിൽ നമ്മൾ ഇതിനകത്ത് തീരുമാനിക്കും. ഇനി ക്യാമ്പുമായി ബന്ധപ്പെട്ട് ഇന്ന് കുട്ടികളുടെ ഇടയിലായാലും അല്ലെങ്കിൽ മുതിർന്നവരുടെ ഇടയിലായാലും നേത്രരോഗങ്ങൾ കൂടി വരുന്നൊരു കാലഘട്ടമാണ്. ചെറിയ കുട്ടികൾക്ക് മുതൽ തന്നെ ഷോർട്ട് സൈറ്റും മുമ്പൊക്കെ വളരെ റയറായിരുന്നു. നമ്മുടെ അമ്മയൊക്കെ പറഞ്ഞിട്ടുള്ളത് അവരുടെ കാലത്തൊന്നും അധികം അങ്ങനെ കണ്ണാട ഉപയോഗിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അതിനും പല കാരണങ്ങളുണ്ട്. കാരണം പുറത്തിറങ്ങി നമ്മൾ ജോലി ചെയ്യുന്നു, പാടത്ത് പോകുന്നു, ലോങ് സൈറ്റിൽ നമ്മൾ നോക്കുന്നു. ഇന്ന് നമുക്കത്ര ദൂരത്തേക്കുള്ള ഒരു നോട്ടൊക്കെ കുറഞ്ഞു പോയി. അതുകൊണ്ടാണ് കുട്ടികൾക്ക് പലപ്പോഴും ഷോർട്ട് സൈറ്റുകൾ ചെറിയ പ്രായത്തിൽ തന്നെ വരുന്നത് എന്നാണ് ഇന്നത്തെ കണ്ടുപിടുത്തങ്ങൾ. കാരണം ശാസ്ത്രീയമായിട്ടുള്ള കണ്ടെത്തൽ അങ്ങനെയാണ്. അല്ലെങ്കിൽ കുട്ടികൾ പുറത്ത് കളിക്കാൻ പോകുന്നില്ല. മുമ്പൊക്കെ ക്രിക്കറ്റ് കളിക്കാനോ ഫുട്ബോൾ കളിക്കാനോ പോകുമ്പോൾ ദൂരെയുള്ള ലക്ഷ്യത്തെ ഉന്നമിച്ച് കഴിയുമ്പോൾ അത്രമാത്രം കണ്ണിന് ഷാർപ്നെസ് കിട്ടുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഇൻഡോർ ഗെയിംസും അല്ലെങ്കിൽ ചെറിയ ലോക്കൽ അല്ലെങ്കിൽ അധികം ദൂരത്തല്ലാത്ത ടർഫിലും മറ്റുള്ള കളികളൊക്കെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് ബുദ്ധിമുട്ടിനെ ഇടയാക്കുന്നുണ്ട് എന്ന് കണ്ടെത്തുന്ന സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെയുള്ള കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കുവാനും കണ്ടെത്തുവാനും ഒക്കെ ആയിട്ട് ഈ ഒരു നേത്ര പരിശോധന ക്യാമ്പ് ഫലപ്രദമായിട്ട് വിനിയോഗിക്കാനായിട്ട് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. ഒപ്പം പേരൻസിനും കുട്ടികൾക്കും ഇതൊരു നല്ലൊരു അവസരം കൂടി ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്യാമ്പ് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് പ്രത്യേകം. മാടിക്കത്ര NSLP സ്കൂളിലെ പ്രവേശനോത്സവം പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. K രാമൻ അധ്യക്ഷം വഹിച്ചു. ഉല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. വിദ്യാഭ്യാസ മന്ത്രിയുടെ സന്ദേശം ഉൾപ്പെടെ സൈബർ സേഫ്റ്റി പ്രതിജ്ഞയും നവാഗതരെ സ്വീകരിക്കലും എന്നീ പരിപാടികൾ നടത്തി. തുടർന്ന് കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണവും നടത്തി. മണ്ണുത്തി ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തു. മാടിക്കത്ര സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ മനീഷിനെ ആദരിച്ചു. ഇനിയൊരു ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ.
വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ, റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം, ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും, ജനറൽ മെഡിസിൻ MD കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞു കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. നടത്തറ പഞ്ചായത്തിലെ ആശാരിക്കാട് ഗവൺമെന്റ് UP സ്കൂൾ പ്രവേശനോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് ജോബി ജോസി ഉദ്ഘാടനം ചെയ്തു. പാഠം 1 പുതുയുഗ വിദ്യാലയം എന്ന സന്ദേശത്തോടെയാണ് കുരുന്നുകളെ സ്കൂളിലേക്ക് വരവേറ്റത്. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അഭിലാഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബലൂണുകളും പൂക്കളും കൊണ്ട് അലങ്കരിച്ച വേദിയിൽ കുട്ടികൾക്ക് പഠനോപകരണങ്ങളും മധുരപലഹാരങ്ങളും വിതരണം ചെയ്തു. സമഗ്ര ശിക്ഷ കേരളയുടെ പിന്തുണയോടെ നടത്തിയ പരിപാടിയിൽ ജനപ്രതിനിധികളും രക്ഷിതാക്കൾ, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. മുഖ്യമന്ത്രി ഇന്ന് സംസ്ഥാന സ്കൂൾ പ്രവേശനോടൊപ്പം മറ്റു നമ്മുടെ എല്ലാ സ്കൂളുകളിലും ഇന്ന് പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടന കർമ്മങ്ങളെല്ലാം നടക്കാറുണ്ട്. നമുക്കറിയാം, നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് സാധാരണക്കാരുടെ കുട്ടികൾക്കും ഏറ്റവും നല്ല രീതിയിലുള്ള മികച്ച വിദ്യാഭ്യാസം നൽകുന്നതാണ് ഓരോ സർക്കാരുകളുടെ അതുപോലെ പഞ്ചായത്ത് ഭരണസമിതികളുടെ ഏറ്റവും വലിയ. വടക്കാഞ്ചേരി ഗവൺമെന്റ് LP സ്കൂളിലെ പ്രവേശനോത്സവം വർണ്ണാഭമായി. ചടങ്ങ് സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം നിർവഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ സ്മൃതിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് ബാഗുകൾ സമ്മാനിച്ചു. ചടങ്ങിൽ മുൻ അധ്യാപകൻ സോമശേഖരനെയും ജീവനക്കാരൻ ശ്രീധരനെയും MLA ആദരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ, നഗരസഭാ സ്ഥിരം അധ്യക്ഷന്മാരായ ഷീല മോഹൻ, KP മദനൻ, ധന്യ നിതിൻ, PN വൈശാഖൻ തുടങ്ങിയവർ സംസാരിച്ചു. 2016 മുതൽ 26 വരെയുള്ള കാലം ഈ പഠനത്തിലും ഒട്ടേറെ പദ്ധതികളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഡോക്ടറാവാനും എഞ്ചിനീയർ ആവാനും വേണ്ടിയുള്ള പഠനം മാത്രമല്ല. കുട്ടികളുടെ പഠനത്തിൽ ശാസ്ത്രബോധം അനിവാര്യമാണ്. ശാസ്ത്രബോധവും ജനാധിപത്യബോധവും മനുഷ്യത്വവും അല്ലേ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പഠിക്കുമ്പോൾ രൂപപ്പെടേണ്ട ഒന്നാണ്. എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും വിശ്വസിക്കുന്ന
ഒരാളായി നമ്മൾ മാറിയാൽ സ്വാഭാവികമായി നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. അപ്പം പഠനത്തിലൂടെ ആർജിക്കേണ്ടതായ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം വികസിച്ച് വരികയുള്ളൂ. അല്ല, അതിനുവേണ്ടി മാത്രം ഫോക്കസ് ചെയ്ത് അതിനുവേണ്ടി മാത്രമുള്ള പഠനം എന്നത് ശാസ്ത്രീയമായ ഒന്നല്ല എന്നതുകൊണ്ട് തന്നെയാണ് കുട്ടികളെ പൊതുവിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ അകത്ത് കൃത്യമായി അവരുടെ എല്ലാ കഴിവുകളെയും അത് നമുക്ക് കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. സെന്റ് ജോർജസ് LP സ്കൂളിൽ വർണ്ണാഭമായ പ്രവേശനോത്സവം പുതിയ അധ്യയന വർഷത്തിന് തുടക്കമായി. വിദ്യാലയമുറ്റത്തേക്ക് ആദ്യമായി എത്തിയ കുരുന്നുകളെയും മറ്റ് വിദ്യാർത്ഥികളെയും വരവേറ്റ് മുക്കാട്ടുകര സെന്റ് ജോർജസ് LP സ്കൂളിൽ 2026 പ്രവേശനോത്സവം അതിമനോഹരമായി ആഘോഷിച്ചു. കുട്ടികൾ തന്നെ സ്വന്തം കൈകളാൽ വൈവിധ്യമാർന്ന അലങ്കാരങ്ങൾ ചെയ്ത് വർണ്ണാഭമാക്കിയ സ്കൂൾ പരിസരം പ്രവേശനോത്സവത്തിന്റെ പ്രധാന ആകർഷണമായി മാറി. വിദ്യാലയത്തിലേക്ക് എത്തിയ ഏവർക്കും സ്കൂൾ HM ആൻസി മരിയ ഹൃദ്യമായ ഭാഷയിൽ സ്വാഗതം ആശംസിച്ചു. തുടർന്ന് നടന്ന ഔദ്യോഗിക ചടങ്ങിൽ വെച്ച് വാർഡ് കൗൺസിലറും ടാക്സ് ആൻഡ് അപ്പീൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ഗോപാലകൃഷ്ണൻ K പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പുതിയ തലമുറയെ അറിവിന്റെ ലോകത്തേക്ക് നയിക്കുവാൻ ഇത്തരം ഒത്തുചേരലുകൾക്ക് വലിയ പങ്കുണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ ബിനേഷ് മാത്യു വിദ്യാർത്ഥികൾക്ക് ആശംസകൾ നേർന്ന് സംസാരിച്ചു. പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിച്ച എല്ലാ കുട്ടികൾക്കും വിതരണം ചെയ്യുവാനുള്ള പഠനോപകരണങ്ങൾ ചടങ്ങിൽ വെച്ച് കൈമാറി. നിറഞ്ഞ സന്തോഷത്തോടെയും ആവേശത്തോടെയുമാണ് കുട്ടികൾ പുതിയ പഠനോപകരണങ്ങൾ ഏറ്റുവാങ്ങിയത്. ചടങ്ങിന്റെ സമാപനത്തിൽ സ്കൂളിലെ അധ്യാപികയായ സുമ ടീച്ചർ പ്രവേശനോത്സവത്തിൽ പങ്കെടുത്തവർക്കും പരിപാടി വൻ വിജയമാക്കുവാൻ സഹായിച്ചവർക്കും നന്ദി രേഖപ്പെടുത്തി. കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും വലിയ പങ്കാളിത്തം കൊണ്ട് ഈ വർഷത്തെ പ്രവേശനോത്സവം ഏറെ ശ്രദ്ധേയമായി. പുതിയതായിട്ട് ഇന്ന് അധ്യയന വർഷം ആരംഭിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് നമ്മൾ വിദ്യാലയത്തിൽ പ്രവേശനോത്സവം ആഘോഷിക്കുകയാണ്. ആദ്യമായി ഇവിടെ ഈ വിദ്യാലയത്തിൽ ചേർന്ന് പഠിക്കുന്ന ചെറുപ്പന്മാരും കുട്ടികളെ ഞാൻ നല്ല വിദ്യാഭ്യാസം കിട്ടി അവരെല്ലാം നല്ല ഉയരത്തിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ പരിപാടി തൃശൂർ ഗവൺമെന്റ് മോഡൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രവേശനോത്സവം കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. പ്രീ പ്രൈമറി, ലോവർ പ്രൈമറി, അപ്പർ പ്രൈമറി, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്നിവർ ഉൾപ്പെടുന്ന സംയുക്തമായ പ്രവേശനോത്സവം വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും സജീവ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടു. പ്രസ്തുത ചടങ്ങിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം, നോട്ടുപുസ്തകം എന്നിവ ഇൻകം ടാക്സ് ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ തൃശൂർ ബ്രാഞ്ച് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അൻവർ ജാൻ വിതരണം ചെയ്തു. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബാഗ്, കുട, ലഞ്ച് ബോക്സ് എന്നിവ വിതരണം ചെയ്തത് തൃശൂർ സർക്കാർ ഉദ്യോഗസ്ഥ സഹകരണ സംഘം പ്രസിഡന്റ് സുനിൽ TV ആണ്. സ്കൂൾ വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്കായി CCTVകളുടെ വിതരണം തൃശൂർ ലയൺസ് ക്ലബ് ഗവർണർ ജയകൃഷ്ണൻ T നിർവഹിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ സ്മിത KR, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ ഇൻചാർജ് ധന്യ KR, ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് ഡോക്ടർ ബിന്ദു KP, സ്കൂൾ PTA പ്രസിഡന്റ് സതീഷ് കുമാർ CV, തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ പൂർണിമ സുരേഷ്, മുൻ VHSE പ്രിൻസിപ്പൽ അനിത MA, മുൻ സീനിയർ അസിസ്റ്റന്റ് സുനില TT, ലോവർ പ്രൈമറി ഹെഡ്മിസ്ട്രസ് ബിന്ദു TA, പ്രീ പ്രൈമറി വിഭാഗം അധ്യാപിക രേഷ്മ രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാ വിദ്യാർത്ഥികൾക്കും പായസത്തോടുകൂടിയുള്ള ഉച്ചഭക്ഷണവും നൽകിയാണ് പുതുയുഗ വിദ്യാലയം എന്ന പ്രവേശനോത്സവ സങ്കല്പം ഈ വിദ്യാലയം കൊണ്ടാടിയത്. മുക്കാട്ടുകര ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂൾ പ്രവേശനോത്സവം കോർപ്പറേഷൻ കൗൺസിലർ K ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് കൃപ അധ്യക്ഷം വഹിച്ചു. കുട്ടികൾക്ക് സ്കൂൾ ബാഗുകളും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. പ്രധാനാധ്യാപിക വനജ സ്വാഗതവും സന്തോഷ് കുമാർ നന്ദിയും പറഞ്ഞു. എല്ലാവിധ ഇവിടെ നന്നായിട്ട് മിടുക്കന്മാരായിട്ട് പഠിച്ചു വളരണം. അപ്പോൾ അവിടെ എത്തിച്ചേർന്ന എൻ്റെ കൊച്ചുകുട്ടികൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അതേപോലെ തന്നെ LSL അവാർഡ് കിട്ടിയ 3 കുട്ടികളെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്.
ഈ പരിപാടി ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്ത് പറഞ്ഞു. ചൊവ്വൂർ സെന്റ് സേവിയേഴ്സ് ഹൈസ്കൂളിൽ 2026-27 അധ്യയന വർഷത്തിലെ പ്രവേശനോത്സവം ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് PR ജോണി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ പോളി നീലങ്കാവിൽ പ്രവേശനോത്സവ സന്ദേശം നൽകി. എഴുത്തുകാരനും ബിഗ് ബോസ് മലയാളം സീസൺ 7 ഫസ്റ്റ് റണ്ണറപ്പുമായ അനീഷ് ടിയുടെ വിശിഷ്ട സാന്നിധ്യം പ്രവേശനോത്സവത്തിന് മാറ്റുകൂട്ടി. പൂർവ്വ വിദ്യാർത്ഥിയായ ഡോക്ടർ ബെഞ്ചമിനും മുൻ അധ്യാപിക ലത ചാക്കോയും ചേർന്ന് സ്കൂളിന് ഒരു പോർട്ടബിൾ സ്പീക്കർ ഈ അവസരത്തിൽ സ്പോൺസർ ചെയ്തു. 2002 SSLC പൂർവ്വ വിദ്യാർത്ഥികളും ഫാൽക്കൺ ക്ലബ് ചൊവ്വൂരും സെന്റ് ഫ്രാൻസിസ് സേവിയർ ചൊവ്വൂർ ഇടവകയിലെ KCYM സംഘടനയും വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ സ്പോൺസർ ചെയ്തു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ലീന ജോസ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പള്ളി ട്രസ്റ്റി ഡിബിൻ ഫ്രാൻസിസ്, KLM പ്രസിഡന്റ് ആൻഡോ പെരുമ്പള്ളി, MPTA പ്രസിഡന്റ് ഷിതി ഷൈൻ തുടങ്ങിയവർ യോഗത്തിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ജെൻസി ജോസ് സ്വാഗതം പറഞ്ഞ യോഗത്തിന് കൺവീനർ ഷാൻഡി ജോൺ നന്ദി പറഞ്ഞു. പീച്ചി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. പീച്ചി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനോത്സവം വിപുലമായി ആഘോഷിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്യു നയനാൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. കൂടാതെ ഫുൾ A+ഉം ഉന്നത വിജയവും നേടിയ +2 SSLC വിജയികൾക്ക് അനുമോദനവും പുരസ്കാര വിതരണവും മാത്യു നയനാൻ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ PS വിനയൻ, PG പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ അമർ അലി തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജോർജ് പുടിപ്പാറ മുഖ്യപ്രഭാഷണം നടത്തി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിനോദ് തേനംപറമ്പിൽ, വാർഡ് മെമ്പർമാരായ സന്ധ്യ ഷാജി, സ്വപ്ന രാധാകൃഷ്ണൻ, ആര്യ ശരത്, മുൻ വാർഡ് മെമ്പർ ബാബു തോമസ്, വികസന സമിതി ചെയർമാൻ മുബീന നസീർ, വികസന സമിതി കൺവീനർ ഷിബു പോൾ, PTA പ്രസിഡന്റ് രാജേഷ് IG, MPTA പ്രസിഡന്റ് ലിൻഡോ ബിനോയ്, ഫാദർ ജോർജ് കണ്ണപ്പുഴ, OSI പ്രസിഡന്റ് സിജു MJ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പ്രിൻസിപ്പൽ ഗിരീശൻ A ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. പ്രധാന അധ്യാപിക ചുമതലയുള്ള ഷർമിള MC നന്ദി രേഖപ്പെടുത്തി. സൈബർ സേഫ്റ്റി പ്രതിജ്ഞ SRG കൺവീനർ സജിത MP ചൊല്ലിക്കൊടുത്തു. പ്രസ്തുത ചടങ്ങിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അനുവദിച്ച സ്പോർട്സ് കിറ്റിന്റെ വിതരണോദ്ഘാടനവും OSI നൽകിയ പഠന ഉപകരണങ്ങളുടെ വിതരണവും നടത്തി. PTA, SMC, MPTA, OSI പ്രതിനിധികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിങ്ങളെ കുട്ടികൾക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. LP സ്കൂൾ ലെവലിൽ നിന്നും 5ാം ക്ലാസ്സിലേക്കും 8ാം ക്ലാസ്സിലേക്കുമായിട്ടാണ് നിങ്ങൾ ഈ സ്ഥാപനത്തിലേക്ക് വന്നിട്ടുള്ളത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നു മുതൽ പുതിയ കൂട്ടുകാർ, പുതിയ പഠനാന്തരീക്ഷം എല്ലാം പുതിയതാണ്. കഴിഞ്ഞ 2 മാസം ആവോളം സന്തോഷിച്ച് നടന്ന നിങ്ങൾ ഇന്നു മുതൽ ഇച്ചിരി കാര്യം കൂടി, പഠനം എന്നുള്ള ഒരു കാര്യത്തിൽ കൂടി വ്യാപൃതരാവാൻ പോവുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു 10 വർഷം മുൻപൊന്നും പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ടോ ഇല്ലെങ്കിൽ വിദ്യാലയവുമായി ബന്ധപ്പെട്ടോ എൻഫോഴ്സ്മെൻറ്റ് അധികാരികൾ സാധാരണഗതിയിൽ ഇടപെടാറുന്ന അവസരമുണ്ടായിരുന്നില്ല. നമ്മുടെ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ കാലവും സാഹചര്യവും മാറിയതുകൊണ്ടാണ് ഞങ്ങൾ യൂണിഫോം ഇട്ട ഉദ്യോഗസ്ഥർ ഇത്തരം പരിപാടികളിലും അതുപോലെ വിദ്യാഭ്യാസബന്ധിയുമായും അല്ലാത്തതുമായ പൊതുപ്രവർത്തനങ്ങളിലും വ്യാപൃതരാവേണ്ടി വന്നത്. പട്ടിക്കാട് LP സ്കൂളിൽ പഞ്ചായത്ത് തല പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. പാണഞ്ചേരി പഞ്ചായത്ത് തല പ്രവേശനോത്സവം പട്ടിക്കാട് GLPS സ്കൂളിൽ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനു വർഗീസ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. ഈ കാലഘട്ടത്തിൽ ഒരു കുട്ടിക്ക് വേണ്ട മികച്ച രീതിയിലുള്ള വിദ്യാഭ്യാസം നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്നും സർക്കാർ തലങ്ങളിൽ നിന്നും നല്ല രീതിയിലുള്ള പരിശീലനം ലഭിച്ച പ്രാപ്തമായ ടീച്ചേഴ്സ് പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് മുതൽക്കൂട്ടാണെന്നും കേരളത്തിന് ഒരുപാട് മഹത് വ്യക്തികളെ വാർത്തെടുത്ത സ്കൂളാണ് പട്ടിക്കാട് ഗവൺമെന്റ് LP സ്കൂൾ എന്നും ടീച്ചർ കൂട്ടിച്ചേർത്തു. വാർഡ് മെമ്പർ അജു തോമസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അബൂബക്കർ, ഹെഡ്മിസ്ട്രസ് സുധ ടീച്ചർ, PTA പ്രസിഡന്റ് സരുൺ M,
PTA പ്രസിഡന്റ് സരിത സാബു, അധ്യാപകരായ അൽഫോൻസ ജിൻഡി തുടങ്ങിയവർ സംസാരിച്ചു. സൗജന്യ പുസ്തക വിതരണത്തിന്റെയും ടെക്സ്റ്റ് ബുക്ക് വിതരണത്തിന്റെയും ഉദ്ഘാടനവും ചടങ്ങിൽ വെച്ച് നടന്നു. തൊപ്പി അണിയിച്ചാണ് നവാഗതരെ സ്വീകരിച്ചത്. വളരെ വലിയ ഏതൊരു ഡിപ്പാർട്ട്മെന്റിൽ ചെന്നാലും അവിടെ ഒരു പട്ടിക്കാട് സ്കൂളിൽ പഠിച്ച ഒരു വ്യക്തി ഉണ്ടാവും. ഒരുപാട് വ്യക്തിത്വങ്ങളെ സൃഷ്ടിച്ച ഒരു സ്കൂളാണ് ഇവിടെ. ഇപ്പൊ ഇവിടെ എക്സാം പറഞ്ഞു കുറെ കുട്ടികൾ ഇവിടുന്ന് കൊഴിഞ്ഞു പോവുകയാണ്. ഈ ഇരിക്കുന്ന രക്ഷിതാക്കളോട് പ്രത്യേകം ഞാൻ പറയാണ്, എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തന്നെ എനിക്ക് പറയാം, ഏറ്റവും നല്ലത് പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്നതാണ്. ശരിക്കും കുട്ടികളെ ശരിക്കും ഒരു അധ്യാപകൻ എന്ന് പറയുന്നത് ഗവൺമെന്റ് തലത്തിൽ എല്ലാ ട്രെയിനിങ് കിട്ടി വളരെ ചിട്ടയോടെ ഏത് തലത്തിൽ പഠിപ്പിക്കണമെന്ന് വ്യക്തമായ ധാരണയോടെയാണ് ഇവിടുത്തെ അധ്യാപകർ ഓരോരുത്തരും വരുന്നത്. തീർച്ചയായിട്ടും രക്ഷിതാക്കൾക്ക് വളരെ അഭിമാനത്തോട് പറയാം, എന്റെ മക്കൾ എന്റെ കുട്ടി പട്ടിക്കാട് ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുമെന്ന്. ഗവൺമെന്റ് അത്രയധികം കുട്ടികൾ വിദ്യാഭ്യാസത്തിൽ ഊന്നൽ നൽകിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS വിനയൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ മേഖല വലിയ മുന്നേറ്റം കൈവരിച്ച കാലഘട്ടമാണ് ഇതെന്നും അതുകൊണ്ട് തന്നെ സമൂഹമെന്നും എപ്പോഴും പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കൊപ്പം ഉണ്ടാകണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ PS വിനയൻ പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് മീനു ടീച്ചർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA അബൂബക്കർ, പഞ്ചായത്ത് അംഗം അജു തോമ, സ്കൂൾ പ്രിൻസിപ്പൽ സുനന്ദ CK, PTA പ്രസിഡന്റ് ബിജു വർഗീസ്, SMC ചെയർമാൻ പ്രജിഷ് VG, SSG ചെയർമാൻ PV സുധേവൻ, MPTA പ്രസിഡന്റ് വിൻസി സനീഷ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ചടങ്ങിൽ വിദ്യാർത്ഥികൾക്കുള്ള ആദരവും ഉണ്ടായിരുന്നു. സ്റ്റാഫ് സെക്രട്ടറി CG തറയിൽ നന്ദി പറഞ്ഞു. രൂപ സമ്മാനം കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, ഒരു അക്കാഡമി ഉണ്ട്. ഫ്രാൻസിലെ വാക്കുകളുടെ മ്യൂസിയം എന്നതിന് പറയുക. അതായത് വേർഡ്സ് ഓഫ് മ്യൂസിയം, അത് ഫ്രാൻസിലാണ്. ഒരുപക്ഷെ ബുക്കർ പ്രൈസിനേക്കാൾ നൊബേൽ പ്രൈസിനേക്കാൾ വലിയ തുകയാണ് സമ്മാന തുക. ഒരു 10 വാചകത്തിന് 50 ലക്ഷം രൂപ. ആലോചിച്ച് നോക്കൂ. അപ്പൊ അത് എങ്ങനെയുള്ള കഥയായിരിക്കണം, എത്ര ഹൃദയസ്പർശിയാവണം, അതിലെത്ര സാമൂഹ്യ പ്രതിബദ്ധത വേണം, കുട്ടികളും മനുഷ്യരും ഒക്കെ ഉൾപ്പെടുന്ന ഈ പ്രകൃതിയെക്കുറിച്ചും എന്തെല്ലാം സന്ദേശം മെസ്സേജ് അതിലുണ്ടാകണം, തീം ഉണ്ടാകണം. അപ്പൊ ഞാൻ അങ്ങനത്തെ ഒരു കഥ വിനയൻ എന്ന ഈ അങ്കിള് കുട്ടികളോട് പങ്കുവെക്കാണ്. ആ കഥ അതുപോലെ പറയാനുള്ള ശേഷിയൊന്നും എനിക്കില്ല. അതൊരു അർജന്റീനയിലെ 25 വയസ്സുള്ള അക്കിനസ് മറക്കാണ്ട എന്ന ഒരു എഴുത്തുകാരന്റെയാണ്, അർജന്റീനക്കാരനാണ്. കുതിരാനിൽ നിയന്ത്രണം വിട്ട കാർ മറിഞ്ഞ് അപകടം, ഒരാൾക്ക് പരിക്ക്. മണ്ണുത്തി വടക്കാഞ്ചേരി ദേശീയപാതയിൽ കുതിരാൻ പടിഞ്ഞാറെ തുരങ്കമുഖത്ത് നിയന്ത്രണം വിട്ട കാർ മറിഞ്ഞ് അപകടം. തൃശൂർ ഭാഗത്തു നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകുന്ന കുടുംബം സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ടതിനെ തുടർന്ന് ദേശീയപാതയോരത്തെ കല്ലിടുക്കിലിടിച്ച് മറിയുകയായിരുന്നു. തമിഴ്നാട് സ്വദേശികളായ ഭാര്യയും ഭർത്താവും ഇവരുടെ മകളുമായിരുന്നു കാറിൽ ഉണ്ടായിരുന്നത്. അപകടത്തിൽ കുട്ടിയുടെ മാതാവിന് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ തൃശൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിതാവിനും കുട്ടിക്കും പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. തിരിച്ചെത്താം ഒരിടവേളയ്ക്ക് ശേഷം. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി
തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി, പോസ്റ്റ് ഓഫീസിന് സമീപം മണ്ണുത്തി. വീണ്ടും വാർത്തയിലേക്ക്. മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ 26 കുടുംബ കൂട്ടായ്മ യൂണിറ്റുകളുടെ നേതൃത്വത്തിലായി കൂട്ടായ്മ ദിനം ആഘോഷിച്ചു. പള്ളിയിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് ശേഷം ഇടവക വികാരി ഫാദർ ജോജോ എടത്തുരുത്തി പതാക ഉയർത്തി മധുരവിതരണം ചെയ്തു. ചടങ്ങുകൾക്ക് കേന്ദ്രസമിതി ഭാരവാഹികളായ ജോജു എലുവത്തിങ്കൽ, ജോണി ചിറ്റിലപ്പള്ളി, ജോൺസൺ ചെറുക്കേക്കാരൻ, പ്രിയ ബൈജു, സേവിയർ പാണേങ്കാടൻ, നിക്സൺ ആലപ്പാട്ട്, ജോൺ കല്ലിയേൽ, സിംല ജോൺ, ജിത്തു മാപ്പിളപ്പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള സംസ്ഥാന പാരന്റ്സ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഏപ്രിൽ 1 ആരംഭിച്ച സിവിൽ സർവീസ് അവധിക്കാല ഫൗണ്ടേഷൻ ക്ലാസുകൾ സമാപിച്ചു. തൃശൂരിലെ സിവിൽ സർവീസ് അക്കാദമിയായ അപ്ലൈസ് എഡ്യൂക്കെയർ അക്കാദമിയുടെ സഹകരണത്തോടെ നടത്തിയ 2 മാസത്തെ ക്ലാസുകളുടെ സമാപന പ്രോഗ്രാം ഗാനരചയിതാവും സാംസ്കാരിക പ്രവർത്തകനുമായ MMA റസാഖ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന PTA വൈസ് പ്രസിഡന്റ് ശരത് ചന്ദ്രൻ മച്ചിങ്ങൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി KM ജയപ്രകാശ് സ്വാഗതം പറഞ്ഞു. വിവിധ മത്സരങ്ങളിൽ വിജയികളായ ഗോപിക TN, നന്ദന അനൂപ് മേനോൻ, ദീപിക പിഷാരടി, അനന്യ TS, തനിസ S, ഹരിമാധവ മേനോൻ, റോയ്സ് സോളമൻ തുടങ്ങിയവർക്ക് സമ്മാനങ്ങൾ നൽകി. ഫിലോമിന മേച്ചേരി, ശ്രീഹരി ചന്ദ്രൻ, ഋഷികേഷ് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂരിൽ വിഷരഹിത മാമ്പഴമേള. നാടൻ രുചിയുമായി മാമ്പഴക്കൂട്ടം. തൃശൂർ KTDC യാത്രാ നിവാസിൽ മാമ്പഴക്കൂട്ടം കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മാമ്പഴമേളയ്ക്ക് തുടക്കമായി. മെയ് 29 മുതൽ ജൂൺ 2 വരെ നീണ്ടു നിൽക്കുന്ന മേള രാസവസ്തുക്കൾ ഉപയോഗിക്കാതെ പ്രകൃതിദത്തമായ രീതിയിൽ പഴുപ്പിച്ചെടുത്ത മാമ്പഴങ്ങളുടെ വിപണനമാണ് ലക്ഷ്യമിടുന്നത്. മേളയുടെ പ്രധാന ആകർഷണം എല്ലാ ഇനം മാമ്പഴങ്ങൾക്കും കിലോയ്ക്ക് 80 രൂപ എന്ന ഏകീകൃത വില ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ്. കാട്ടുപാതി, നീലം, ബദാമി, അൽഫോൺസ, മല്ലിക, മയൂരി, സിന്ദൂരം, റുമാനി തുടങ്ങിയ 40-ലധികം വ്യത്യസ്ത ഇനം മാമ്പഴങ്ങൾ ഇവിടെ പ്രദർശനത്തിനും വിപണനത്തിനുമായി ഒരുക്കിയിട്ടുണ്ട്. മാമ്പഴങ്ങൾക്ക് പുറമെ ചക്കയും മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളും മേളയിൽ ലഭ്യമാണ്. കുന്നംകുളം, കുടങ്ങല്ലൂർ, ആലത്തൂർ, വടക്കാഞ്ചേരി തുടങ്ങിയ പ്രദേശങ്ങളിലെ കർഷകർ വിളവെടുത്ത ഉൽപ്പന്നങ്ങളാണ് മേളയിലെത്തുന്നത്. മാമ്പഴ വിഭവങ്ങളായ മാമ്പഴ പുളിശ്ശേരി, മാമ്പഴ പായസം എന്നിവയും മേളയുടെ ഭാഗമായി തയ്യാറാക്കിയിട്ടുണ്ട്. 45ഓളം തൊഴിലാളികളുടെ കൂട്ടായ പ്രയത്നത്തിലൂടെയാണ് കർഷകരുടെ ഈ സംരംഭം യാഥാർത്ഥ്യമായത്. രാസപദാർത്ഥങ്ങളോ മരുന്നുകളോ ഉപയോഗിക്കാതെ പഴുപ്പിച്ച മാമ്പഴങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്ന ഈ മേള ആരോഗ്യകരമായ ഭക്ഷണം ആഗ്രഹിക്കുന്നവർക്ക് മികച്ചൊരു അവസരമാണ്. കുര്യച്ചിറ സ്വദേശിയെ ദേഹോപദ്രവം ചെയ്ത് വധിക്കുവാൻ ശ്രമിച്ച കേസിലെ പ്രതികളായ കുര്യച്ചിറ പുളയ്ക്കൽ സ്വദേശിയായ കടവി വീട്ടിൽ കടവി രഞ്ജിത്ത് എന്ന് വിളിക്കുന്ന രഞ്ജിത്ത്, പുളയ്ക്കൽ സ്വദേശിയായ കറപ്പം വീട്ടിൽ സുധീർ എന്നിവർ വിയൂർ പോലീസിന്റെ പിടിയിലായി. പ്രതികൾ കുര്യച്ചിറ സ്വദേശിയുടെ ഫ്ളാറ്റിലേക്ക് അതിക്രമിച്ചു കയറി കഠിനമായ ദേഹോപദ്രവം ചെയ്ത് വധിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. തടയാൻ വന്ന ഉമ്മയെയും ഉപദ്രവിച്ചിരുന്നു. ഇക്കാര്യം അറിഞ്ഞ ഉടൻ വിയൂർ പോലീസ് സ്ഥലത്തെത്തുകയും പ്രതികളെ പിടികൂടുകയും ചെയ്തു. കേസ് രജിസ്റ്റർ ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. 1 മാസം മുമ്പ് നടന്ന വാക്കുതർക്കത്തിലെ വിരോധമാണ് ആക്രമണത്തിന് കാരണമെന്നും വ്യക്തമായി. അന്വേഷണത്തിൽ കടവി രഞ്ജിത്തിന് വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 22ഓളം കേസുകൾ നിലവിലുണ്ട്. രണ്ടാം പ്രതിയായ സുധീറിനെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 8ഓളം കേസുകൾ നിലവിലുണ്ട്. വിയൂർ SHO നിമിഷ തൃപ്പാണ്ടി IPSന്റെ നിർദ്ദേശത്തിലുള്ള അന്വേഷണ സംഘത്തിൽ ഇൻസ്പെക്ടർ
മഹേഷ് കുമാർ, സബ് ഇൻസ്പെക്ടർ ശ്രീജിൻ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സജീവ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ജോൺസൺ, സജിത് തുടങ്ങിയവരും സിവിൽ പോലീസ് ഓഫീസർമാരായ ടോണി, കൃഷ്ണപ്രസാദ്, അഖിലേഷ്, ഭദ്രൻ, അനുപമ തുടങ്ങിയവരും ഉണ്ടായിരുന്നത്. വിദ്യാർത്ഥി മുങ്ങിമരിച്ചു. വെട്ടുകാട് കാരുക്കുളത്തിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങിമരിച്ചു. ചന്ദനക്കുന്ന് സ്വദേശി തിരുവിട്ടുവിള വീട്ടിൽ ദിലീപിന്റെ മകൻ ശിവാനന്ദനാണ് മരിച്ചത്. പുത്തൂർ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. തൃശൂരിൽ നിന്നും ഒരു യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. ഒല്ലൂർ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അക്ഷരമുറ്റങ്ങൾ ഉണർന്നു. പ്രവേശനോത്സവം ജില്ലാതല ഉദ്ഘാടനം മന്ത്രി അഡ്വക്കേറ്റ് OG ജെനീഷ് നിർവഹിച്ചു. വേനലവധിക്ക് ശേഷം സ്കൂളിലെത്തിയ കുരുന്നുകൾക്ക് പുത്തൻ ബാഗും പുസ്തകവും മധുരപലഹാരങ്ങളും നൽകി സ്വീകരണം. മൂർക്കനിക്കര ഗവൺമെന്റ് സ്കൂളിലെ പ്രവേശനോത്സവം അഡ്വക്കേറ്റ് K. രാജൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ണുത്തി ഹോളി ഫാമിലി സ്കൂളിലെ പ്രവേശനോത്സവം സ്കൂൾ മാനേജർ ആൻസി ആന്റോ ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ ഗവൺമെന്റ് LP സ്കൂൾ പ്രവേശനോത്സവവും യാത്രയയപ്പ് സമ്മേളനവും K. രാജൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.